ദൈവപുത്രൻ തൻ മഹത്വവരവിൻ്റെ നാഴിക നിങ്ങളറിയാത്തതാൽ ആത്മീയ തൈലത്തിൻ ഹൃദയവിളക്കുമായി പ്രാർത്ഥനയോടെന്നും കാത്തിടണം. ജ്ഞാനത്തിന്റെ പ്രകാശം പേറി ക്രിസ്തുമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 10 കന്യകകളുടെ ഉപമ. ജ്ഞാനികളായ 5 കന്യകകളും അജ്ഞാനികളായ 5 കന്യകകളും. ഇവിടെ ജ്ഞാനികളായ കന്യകകളെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 10-ാം വാക്യം, ഒരുങ്ങിയിരുന്നവർ അവനോടൊപ്പം, അതായത് മണവാളനോടൊപ്പം വിവാഹത്തിന് പോയി. ഈ ദൃഷ്ടാന്തം കർത്താവ് പറയുമ്പോൾ വിവാഹത്തിന് തയ്യാറാവേണ്ടതിൻ്റെ പ്രാധാന്യം യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചു. വിവാഹം യേശുവിൻ്റെ സ്വന്തം വിവാഹമാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. വെളിപാട് പുസ്തകം 19-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. കുഞ്ഞാടിൻ്റെ വിവാഹ അത്താഴം. മത്തായി സുവിശേഷത്തിലെ 25-ലെ ജ്ഞാനികളും അജ്ഞാനികളും അഥവാ വിഡ്ഢികളുമായ കന്യകമാരുടെ ഉപമയിൽ മണവാളനുമായുള്ള വിവാഹത്തിന് തയ്യാറെടുക്കുന്നതിനുള്ള ഒരു സുപ്രധാന താക്കോൽ നമുക്ക് നൽകിയിരിക്കുന്നു. അത് ഇതാണ്: വിവേകവതികളായ കന്യകമാർക്ക് ജ്ഞാനം ഉണ്ടായിരുന്നു, എന്നാൽ വിവേകശൂന്യകളായ കന്യകമാർക്ക് ജ്ഞാനം ഇല്ലായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ജ്ഞാനമാണ് മണവാളിലേക്ക് നിനക്ക് തുറന്നു കയറുവാനുള്ള താക്കോൽ. അധികം എണ്ണ എന്നത് ജ്ഞാനത്തിൻ്റെ അധിക സാധ്യതയാണ്. രണ്ടാമതായി വേണ്ടത് ജ്ഞാനം നേടുക എന്ന കഴിവാണ്. അതിന് ജ്ഞാനത്തിൻ്റെ 4 വ്യത്യസ്ത ഭാവങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതുണ്ട്. ഒന്നാമതായി, ജ്ഞാനം എന്നറിയപ്പെടുന്ന ഈ സുപ്രധാന താക്കോലിൻ്റെ സ്വഭാവം തിരിച്ചറിയുക എന്നതാണ്. ജ്ഞാനം എന്ന വിഷയം പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ജ്ഞാനത്തെക്കുറിച്ച് സംസാരിക്കുവാൻ നമ്മൾ ആരുടെയും അടുക്കലേക്ക് പോകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വൈപരീത്യം. ജ്ഞാനം വീണ്ടും ജനിച്ച ഒന്നാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ പിന്തുടരാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു പുനർജനനമാണ് അത്. ജ്ഞാനം നേടുക എന്നാൽ വിവേകം നേടുക എന്നാണ്. അത് നമ്മൾ മറക്കരുത്. രണ്ടാമത്, അവളെ ഉപേക്ഷിക്കരുത്. ജ്ഞാനം നിങ്ങളെ സംരക്ഷിക്കും. മൂന്നാമതായി, അവളെ സ്നേഹിക്കുക. ജ്ഞാനം നിങ്ങളെ സൂക്ഷിക്കും. നാലാമതായി, ജ്ഞാനമാണ് പ്രധാനം. ആകയാൽ ജ്ഞാനം സമ്പാദിക്കുക. ഒടുവിലായി, സകല സമ്പാദനത്തിലും വിവേകം നേടുക എന്ന് സുഭാഷിതം 4-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മോട് പറയും. ശുദ്ധവും കളങ്കമില്ലാത്തതുമായ അവൻ്റെ ജ്ഞാനം നാം അന്വേഷിക്കണമെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്ക് ദൈവത്തിൻ്റെ ജ്ഞാനവും മുകളിൽ നിന്നുള്ള ആത്മീയ ജ്ഞാനവും ഉള്ളപ്പോൾ ദൈവത്തിൻ്റെ സത്യത്തെക്കുറിച്ചും അവൻ്റെ സ്നേഹത്തെക്കുറിച്ചും നമുക്ക് നന്നായി മനസ്സിലാക്കുവാൻ സാധിക്കും. ജ്ഞാനം അന്വേഷിക്കുകയാണെങ്കിൽ മാത്രം ലഭിക്കുന്ന ഒരു സത്യമാണ്. ജ്ഞാനം മറഞ്ഞിരിക്കുന്ന നിധിയാണ്. അത് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുകയില്ല, എളുപ്പത്തിൽ നേടിയെടുക്കുവാനും കഴിയുകയില്ല. കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം. എങ്കിലും ജ്ഞാനിയായ കന്യകമാർ ദൈവത്തിൻ്റെ ശുദ്ധവും കളങ്കമില്ലാത്തതുമായ ജ്ഞാനം തീക്ഷ്ണമായി അന്വേഷിച്ചു. കൂടാതെ ജ്ഞാനം എന്ന ഈ അത്ഭുതകരമായ ഗുണം അവർ കണ്ടെത്തുന്നു. അടുത്തത്, ജ്ഞാനം നേടുക എന്നതാണ്. അത് മുൻകൂട്ടി ആഗ്രഹിച്ച് ചിന്തിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും ജ്ഞാനം കുറവാണെങ്കിൽ അവൻ ദൈവത്തോട് യാചിക്കട്ടെ. അവൻ എല്ലാ മനുഷ്യർക്കും ഔദാര്യമായി നൽകുന്നു, അത് അവന് നൽകപ്പെടുമെന്ന് യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയും. യഹോവ ജ്ഞാനം നൽകുന്നു, അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു എന്ന് സുഭാഷിത പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യം. ജ്ഞാനം നൽകുന്നത് യഹോവയായ ദൈവമാണെന്ന് ഈ വാക്യങ്ങൾ പഠിപ്പിക്കുന്നു. ജ്ഞാനം വരുന്നത് ദൈവത്തിന്റെ വായിൽ വചനങ്ങളിൽ നിന്നാണ്. അവന്റെ വചനങ്ങൾ തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ജ്ഞാനിയായ കന്യകമാർ ദൈവവചനങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടും വായിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ടും ജ്ഞാനം
തേടാൻ തുടങ്ങുന്നു. വേറെ ജ്ഞാനികളായ കന്യകമാരോട് ചേർന്ന് നമുക്ക് നിലകൊള്ളുവാൻ പരിശ്രമിക്കാം. ക്രിസ്തുവിനോടുള്ള വിശ്വാസത്താൽ രക്ഷയ്ക്കായി നിങ്ങളെ ജ്ഞാനികളാക്കാൻ കഴിയുന്ന വിശുദ്ധ തിരുവെഴുത്തുകൾ നിങ്ങൾ കുട്ടിക്കാലം മുതൽ അറിഞ്ഞിരിക്കുന്നു എന്ന 2 തിമോത്തി ലേഖനം 3-15 വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാം ആർജിച്ചെടുത്ത ചെറു പ്രാർത്ഥനകളിലൂടെ ജ്ഞാനത്തിൻ്റെ വലിയ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് കരങ്ങൾ കൂപ്പാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. മണവാളനെ എതിരേറ്റിടാൻ പോയതാ കന്യകമാർക്കു സമാനമതേ. സ്വർഗമണാളൻ വരവിനായി കാത്തവർ കന്യകമാരവർ 10 പേർ താൻ. ബുദ്ധിഹീനകളതിൽ 5 പേർ തങ്ങൾ തൻ ദീപേഷ്ടിക്കൊപ്പം എണ്ണ കരുതിയില്ല. രാത്രിയാമത്തിലവർ മന്നിച്ചുറങ്ങുമ്പോൾ മണവാളൻ വരവിൻ്റെ ആർപ്പുയർന്നു. ദീപേഷ്ടി തെളിയിക്കാൻ ബുദ്ധിഹീനകൾ 5 തൈലത്തിനായി അലഞ്ഞ നേരം ബുദ്ധിമതികൾ 5 ഹൃദയവിളക്കുമായി മണവാളനെ എതിരേറ്റു പാടി. മണിയറവാതിലടഞ്ഞ ശേഷം വാതിലിൽ മുട്ടിക്കരഞ്ഞവരാ ബുദ്ധിഹീനകളോടാമണാളൻ ചൊന്നാൻ നിങ്ങളെ ഞാനറിയുന്നതില്ല. ദൈവപുത്രൻ തൻ മഹത്വവരവിൻ്റെ നാഴിക നിങ്ങളറിയാത്തതാൽ ആത്മീയ തൈലത്തിൻ ഹൃദയവിളക്കുമായി പ്രാർത്ഥനയോടെന്നും കാത്തിടണം. സ്വർഗമണാളവിന്യവരവിന്നാൾ കയ്യിൽ കുരുത്തോലയിടുവാൻ വെണ്ണിലയങ്കി ധരിച്ചുകൊണ്ടും ഹൃദയദീപേഷ്ടി തെളിച്ചുകൊണ്ടും ഹല്ലേലൂയാ ഗാനം പാടി നിന്നെ എതിരേൽപ്പാൻ യോഗ്യത നൽകിടണം. ഹല്ലേലൂയാ ഗാനം പാടി നിന്നെ എതിരേൽപ്പാൻ യോഗ്യത നൽകിടണം.